ഇങ്ങനെ വെട്ടിപ്പിടിച്ചിട്ട്, അതായത് പ്രൈവറ്റ് പ്രാക്ടീസിന്റെ പേരിലാണ് നിങ്ങളെ പ്രതീക്ഷിച്ച് മെഡിക്കൽ കോളേജുകളിൽ എത്തിച്ചേരുന്ന രോഗികൾ രോഗികൾ വരുന്നത് നിങ്ങളെപ്പോലുള്ള സീനിയർ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണാനും അവരുടെ സേവനം ലഭ്യമാക്കാനും വേണ്ടിയാണ്. പക്ഷേ സമ്പാദിക്കുക എന്നത് ആഗ്രഹമല്ല, അത്യാഗ്രഹമായി മാറുക മൂലം നിങ്ങൾ പ്രൈവറ്റ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലോ അതുമല്ലെങ്കിൽ വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസിനോ വേണ്ടി സമയം കണ്ടെത്തുന്നു. അപ്പോൾ നിങ്ങളെ തേടി വരുന്ന സർവ്വസാധാരണക്കാരായ രോഗികളാണ് ഈ ശിവപ്രിയയും വേണുവും പോലെയുള്ളവർ എന്ന് വിചാരിക്കുക. അവരുടെയൊക്കെ മരണത്തിന് നിങ്ങളും ഭാഗികമായിട്ടെങ്കിലും ഉത്തരവാദികളാണ്. അപ്പോൾ ഈ സിസ്റ്റം വെന്റിലേറ്ററിലാണെങ്കിൽ അതിനെ വെന്റിലേറ്ററിലേക്ക് കയറ്റി വിടുന്ന ഒരുപാട് ഡോക്ടർമാർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഡോക്ടേഴ്സ് അവർ ചെയ്യുന്ന സേവനത്തിനനുസരിച്ച് അവർക്ക് വലിയ പ്രതിഫലം നൽകണം. ആ പ്രതിഫലം കുറഞ്ഞു പോകുന്നത് കൊണ്ടുകൂടിയാണ് പുറത്തുനിന്ന് സ്വകാര്യ പ്രാക്ടീസൊക്കെ നടത്തി പണം ഉണ്ടാക്കാനുള്ള ത്വര അവരിൽ രൂഢമൂലമാകുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ശ്രദ്ധയുണ്ടാകണം. ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ മെഡിക്കൽ സിസ്റ്റത്തെ സാധാരണക്കാർക്ക് വേണ്ടി ആക്കി മാറ്റുക അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിനോട് സഹകരിക്കുക എന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെയും ഉത്തരവാദിത്തമാണ്.